ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നെന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ ഇന്നലെ രാത്രി തൊട്ടിക്ക് ഭയങ്കര ആഗ്രഹം ലിവർ വരട്ടിയ തിന്നണമെന്ന്. ലിവർ വരട്ടിയും പൊറാട്ട അല്ലെങ്കിൽ പത്തിരിയോ എന്തെങ്കിലും ഒന്ന് കഴിക്കണമെന്ന്. അപ്പം ഇന്ന് ഞാൻ രാവിലെ തന്നെ എണീച്ചത് ആ ഷെഫിനെ മാറ്റി ഒരുക്കാനുള്ള പരിപാടിയിലാണ്. ലിവർ വാങ്ങാൻ പോവുകയാണ് ഇദ്ദേഹത്തിന് ഞാൻ എൻ്റെ തന്ന മുടിൻ്റെ സ്റ്റൈലൊക്കെ വേറെ സ്റ്റൈലാക്കിയോ ഹസ്ബൻഡും കൂടി വെച്ചിട്ടാണെങ്കിൽ നല്ലൊരു സ്ഥലം. ഞാൻ പറഞ്ഞില്ലേ ഹസ്ബൻഡും കൂടി വെച്ചിട്ടാണ് ചാന്ത് പൊട്ട് ഇന്നെ ഒരിക്കലും മോഡൽ മാറ്റാൻ സമ്മതിക്കില്ല. ഇവിടെ ഇതാ എല്ലാ കാലം ഇവിടെ ഒരൊറ്റ മുടി ഇങ്ങനെ കുത്തനെ ഉണ്ടാവും. ഇങ്ങനെ നടക്കണേ ഞാൻ ഏതോ ഒന്നുണ്ട് ഇങ്ങനെ കുത്തനെ നിൽക്കണേ. അത് ഞാൻ എന്തോ ചെയ്യൂ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. കണ്ടോ ഇങ്ങനെ പോവുക, ഇങ്ങനെ നിർത്തിയാലും അങ്ങനെ അത് നിൽക്കും. പിന്നെ ഇന്നലെ രാത്രി ഒരാൾക്ക് ലിവർ വരട്ടി കഴിക്കാൻ ആഗ്രഹം പറഞ്ഞോ. ഇനി പറയാതെ പറഞ്ഞോണ്ടാ ഞാൻ പറയട്ടെ. അങ്ങനെ എന്നാൽ രാത്രി തന്നെ ഞാൻ എന്ത് ചെയ്ത് ആ ആളെ വിളിച്ചിട്ട് ലിവറിന്റെ മറ്റേ അതില്ലേ അറിവിന്റെ ആൾക്കാരെ വിളിച്ച് ഞാൻ പറഞ്ഞ് കുറച്ച് ലിവർ ഇങ്ങനെ മാറ്റി വെക്കലുണ്ട്. കാരണം നമ്മൾ എണീക്കാൻ തന്നെ കുറച്ച് ലേറ്റ് ആവും. നമ്മൾ ഉറങ്ങാൻ ലേറ്റ് ആണെങ്കിൽ കൊണ്ട് എണീക്കാൻ കുറച്ച് ലേറ്റ് ആവും. ലിവറിന് രാവിലെ പോകണല്ലോ, അപ്പോഴേക്കും തീരുമല്ലോ. അപ്പൊ ഏതായാലും എടുത്ത് വെക്കാൻ വിചാരിച്ചിരിക്കണേ. അപ്പൊ ഏതായാലും ഒരു എടുത്ത് വെച്ചിട്ടുണ്ടാവും, ഞാനത് വാങ്ങി വരാം പറഞ്ഞിരിക്കണേ. വാവണ്ണിലാവേ വാടാതെ പൂവേ വേറെ എന്തെങ്കിലും വണ്ടിയുണ്ടോ? പിന്നെ പറയരുത്. ഓക്കെ. അപ്പൊ ഗൈസ് നമ്മൾ ഏതായാലും വേഗം ലിവർ വാങ്ങാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഗൈസ് ഇതാക്കണ ബീഫ് വാങ്ങാൻ വേണ്ടി നമ്മൾ ഇതാക്കണ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. എടുത്തിട്ടില്ലേനോ? ഏതായാലും വീട്ടിൽ പോട്ടെ. ഓർഡർ ചെയ്ത് വെച്ചതും കൊണ്ട് ഫാസ്റ്റ് ആക്കില്ല, കുറെ ലേറ്റ് ആയി. അപ്പോൾ ഏതായാലും ഇനി വീട്ടിൽ പോട്ടെ. വീട്ടിൽ പോയിട്ട് വേണം ഉണ്ടാക്കിയിട്ട് വേണം കഴിക്കാൻ. രാവിലത്തെ നല്ല ബെസ്റ്റും നമ്മളെന്താക്കുന്ന വീട്ടിലെത്തി നല്ല അടിപൊളി ബീഫും പിന്നെ അതുപോലെ തന്നെ വലിയ ഉള്ളിയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെന്താ ചെറു നാരങ്ങയൊക്കെ കൂടി ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട്. മോണ അവിടെ നിൽക്കാശു ആശു കൊടുത്തില്ല കേട്ടോ. അതാശു ഇങ്ങനോ ഇതെല്ലാം കൂടി ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട് മോണ ഒരു പിടുത്തം. ഷെമിന എങ്ങനെയുണ്ട്? ഇതാ നോക്ക് ബീഫ് പെട്ടക്കണ ബീഫ് പെടുക്കണോക്ക് ബീഫ്. പെടുക്കണ്ട് അതല്ലെങ്കിലും ഞാൻ പോണേരം ഓളോട് എന്തോ വേണോന്ന് ചോദിച്ചെങ്കിൽ കേട്ടില്ലായിനോ. പക്ഷെ അന്നപ്പോ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ എന്നെ വിളിച്ചിങ്ങാര് പറയാണ് ചെറിയ ഉള്ളി വെളുത്തുള്ളി അത് ഇവിടെ ഫ്രണ്ടിൽ എത്തിയെടുത്ത് പോയി ഞാൻ തിരിച്ചു പോയി വാങ്ങി കൊണ്ടുവന്നാ. എന്നോട് ഞാനൊന്നും ചോദിച്ചില്ല. അത് ഇങ്ങനാണ് ഉണ്ടാകുക. നമ്മള് എന്തൊക്കെ സാധനം വാങ്ങണമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒപ്പരം പറയൂല. ഇവിടെ അങ്ങനെ തന്നെ ഉണ്ടാകുക. അങ്ങനെ തന്നെ ഉണ്ടാവല്. എന്തിനാ കരീന് ചിരിക്കി പൊന്നെ. ഒരമ്പത്തേരി അവരന്നിട്ട് ആയിഷവരന്നെ ഹായ് പറ. ഹായ് സുഖല്ലേ ചോയ്ക്ക്. സുഖല്ലേ ചോയ്ക്ക്. ഹൗ ആർ യു ചോയ്ക്ക്. അപ്പനോ ഹൗ ആർ യു ചോയ്ക്ക്. വാട്ട് ആർ യു ഡൂയിങ് നൗ നോക്കി ചോയ്ക്ക്. വാട്ട് ആർ യു ഡൂയിങ് നൗ നോക്കി ചോയ്ക്ക്. വാട്ട് ആർ യു ഡൂയിങ് എന്നുള്ളതിന് ഷെമീന്റെ വിചാരം വേറെന്തോ ആന്ന്. എന്നിട്ട് അന്തല്ലാണ്ട് ഒന്ന് ചോദിക്കല്ലേ എന്ന്. എന്താ ഷെമി വാട്ട് ആർ യു ഡൂയിങ് എന്ന് പറഞ്ഞാല് അല്ല ഷെമി ഇതാക്കണ പതിരി വേണ്ടല്ലേ. ഒരു എനിക്കിഷ്ടല്ല. എനിക്ക് പതിരും എനിക്ക് മറ്റേത് കഴിക്കട്ടെ. നല്ലോണം അങ്ങോട്ട് കെഗ്ഗി എടുക്കണം കേട്ടോ. നാളെ അതിന്റെ ഒരു ഭംഗി ഇങ്ങോട്ട് കിട്ടും. നല്ല ചെറുതാക്കിയോ? ചെറുതാക്കിയാലേ ഇതിന് രസം ഉണ്ടാകുക. കാരണം ഇതങ്ങനെ പൊടിഞ്ഞു പോകൂലോ. അതങ്ങനെ തന്നെ നിൽക്കുന്ന സാധനമാണല്ലോ. ഇത് എങ്ങനെ ആക്കിയാലേ കഴിക്കല് ഒന്നുമില്ല. ഒരു മറ്റേതില്ലേ നമ്മളെ അല്ലെങ്കിൽ അത് ഡീക്കണ്ടായിന് ഓരോ പറയേ. ഇത് കൊറേ ഇട്ടിക്കണല്ലോ. പൊന്തി വരികയും ചെയ്യും.
എന്തായാലും ഇത് നമ്മളെല്ലാം ബ്ലഡ് പോണ വരെ കഴുകി ഇതിന് പോവൂല കുറേ കഴിയും. നല്ല ചെറുതാക്കി എന്നിട്ട് ബ്ലഡ് പോണ വരെ കഴിക്കല്ലേ. ഇട്ട് കൊടുക്കണ പൂച്ചക്ക് കേസ് ആക്കണം അങ്ങോട്ടേക്ക്. പൂച്ച പോട് പൂച്ച ഇതാ അങ്ങോട്ടേക്ക് ഇതേ ഇട്ട് കൊടുക്കണേ. ബദാമൊക്കെ ഇട്ട് കൊടുക്കണേ പൂച്ചക്ക്. പൂച്ച പിന്നെ അവിടുന്ന് പോകുവോ? പോടങ്ങോട്ട്. നല്ല ടീമാ. എന്റെ എടുക്കാണ് പിസ്തേ. പൂച്ചക്ക് ബദാമൊക്ക. ലിവറിന് കിലോന് 380. ഇതാ 300 വാങ്ങിയത് ഉണ്ടല്ലോ അല്ലേ. ചിന്നാളി എന്റെ പിന്നെ കൊടുത്തോ? അടുത്ത് ഇട്ട് കൊടുത്തോ? വിസാഖനെ കണ്ടതാ എന്റെ മോളെ. ഇതൊന്നും അങ്ങനെ ഇട്ട് കൊടുക്കല്ല. ഇതൊന്നും കളയാൻ പറ്റുന്ന സാധനല്ല. ഇങ്ങോട്ട് വാ. ഇനി ആരെ മോളാന്ന് എനിക്കറിയോ? ഇനി എന്റെ മോളാ, അല്ലാണ്ട് അമ്പാടിന്റെ മോളൊന്നല്ല. വാ. ഇവിടെ ബദാമൊക്കെ ഇട്ട് കൊടുക്കണ പൂച്ചക്ക്. പൂച്ച കഴിക്കണൊന്നുമില്ലല്ലോ. ഇങ്ങോട്ട് വാ. അടിക്കല്ലോ അയച്ചു. ഇത് വെള്ളം അറിയാത്ത മോളെ കുറെ നേരമല്ലോ. അറിയൂല ഓട്ടപാത്രം. നല്ലോണം കഴുകി എടുക്കുകയാണ് നമ്മളെ ലിവർ. എല്ലായിടത്തും വെള്ളമൊക്കെ വളരെ കുറവാണ്. കുറച്ച് തിരിച്ചു വന്നാലും എൻ്റെ ആവശ്യം നടക്കും. ഞാൻ ആദ്യമേ വെള്ളം നോക്കിയേ ഉപയോഗിക്കുള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവരും നോക്കിയേ ഉപയോഗിക്കാം കേട്ടോ വെള്ളം. എത്ര വെള്ളം ഉണ്ടെങ്കിലും ആവശ്യം എണ്ണ അടുപ്പത്ത് വെച്ച് പുരിഞ്ഞതാ കോഴിമുട്ട അതോ നോക്ക് തോന്നിച്ച് കൊടുക്കട്ടെ. ചായപ്പൊടി ഇട്ടിക്കണല്ലേ. നമ്മളൊരു സ്പെഷ്യൽ വരട്ടാട്ടോ ലിവർ വരട്ടിന്. ഇന്ന് സ്പെഷ്യൽ ലിവർ വരട്ടാണ്. അപ്പം എത്ര ആൾക്കാർ ചോദിക്കും എന്താ കുക്കിംഗ് വീഡിയോ ചെയ്യാത്ത, അതും കൂടി ചെയ്യിട്ടോ. അപ്പം കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല, ജസ്റ്റ് ഇതിന്റെ രൂപങ്ങളൊക്കെ ഒന്ന് കാണിച്ചാൽ. ഇതൊരു വെറൈറ്റി വരട്ടാണ്, അടിപൊളി. ഇതും പൊറാട്ടയും. ഞാൻ പൊറാട്ട ഇപ്പം വാങ്ങാൻ പോകും. അവിടെ എന്താക്കുക, എന്തും പൂച്ച കൊടുക്കുക, ചോരവെള്ളം പൂച്ച കൊടുക്കുക. ഇങ്ങനത്തെ കഴിച്ചില്ലെങ്കിൽ ഇതൊക്കെ ഞാൻ കഴിക്കും കേട്ടോ. സ്പീഡാക്കിക്കോ. ഇത് നല്ല അധികം കുക്കാകാത്ത മുട്ട. അതിനെ കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മ കുക്കനോ ഡാഡി തിന്ന് കാണിച്ചു കൊടുക്ക്. ഇങ്ങോട്ട് നോക്ക്. ആഴ്ച കഴിക്കുന്ന ഇങ്ങോട്ട് നോക്ക്. വൈറ്റ് നല്ല വലിയ ഇഷ്ടമല്ല, മഞ്ഞ ഇഷ്ടല്ലേ. ഏതായാലും ഫുള്ള് കൊടുക്ക്. ഞാന് ഉള്ളി ചെറിയ ഉള്ളി എടുത്തിക്കണ്, വെളുത്തുള്ളി കഴുകി എടുക്കട്ടെ. ആശു അത് കുറച്ചൊക്കെ കഴിച്ചില്ലേ. അപ്പൊ ഞാൻ ലിവർ നല്ലോണം കഴുകി ഒരു ഓട്ടപാത്രത്തിൽ എടുത്തിട്ടിക്കണ്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ഇതെല്ലാം കൂടി മിക്സിയിൽ നല്ലോണം അരച്ചെടുക്കുക. അത് മാത്രമല്ല ഇതിൽ കുറച്ച് മസാലപ്പൊടികളൂടെ ഉണ്ട്, അറിയാൻ കാണിച്ചത്. വാണ നല്ലോ കണ്ടു വെച്ചോളിട്ടോ. നല്ല അടിപൊളി ഒരു വെറൈറ്റി. മറന്നുകൊണ്ട് വെളുത്തുള്ളിയും ഇഞ്ചും ചെറിയുള്ളിയും. വെളുത്തുള്ളി കുറച്ച് തോന്നിടണം അല്ലേ. ചെറിയുള്ളി തോനെടുക്കുക. ചെറിയുള്ളി വെളുത്തുള്ളി നയിപ്പോയി. കുറച്ച് മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടി കേട്ടോ. പിന്നെ കുറച്ച് വലിയ ജീരകം. പട്ടാന്റെ 1.5 സ്പൂൺ മുളക് പൊടി, കുരുമുളക് പൊടി നമ്മളെ എരിവിനനുസരിച്ചിട്ടോ. ഞാൻ മുളക് പൊടി ഇട്ടിക്കണല്ലോ, ഒരു സ്പൂണ് പോലെ ഇട്ട്. കുറച്ച് ഗരം മസാല, ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ കുരു പോക്കിയിട്ട് പിയ്യാം. കുരു പോക്കിയ കുരു അതിന്റെ ഉള്ളിലേക്കാ പോയെ. പിന്നെയും പോയി അതിലൊക്കെ വന്നേ. ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അശ്വിന്റെ ബാഗൊക്കെ അടുക്കളയിലുള്ളത് ഇതാക്കണ ഇവിടെ. ഇതിലേക്കൊരു കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം അരിച്ചെടുക്കുക. ഇനി അരിയുന്നില്ലെങ്കിൽ 1 സ്പൂണോ 2 സ്പൂണോ വെള്ളം ചേർത്ത് അരിക്കട്ടോ. മിക്സിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നല്ല കപ്പാസിറ്റി ഉള്ള മിക്സി ആയതുകൊണ്ട് പിന്നെ ഉപ്പൂടി ഇട്ടിട്ട് ഉണർവ് വരട്ടെ മനിത കാതലല്ലേ മലയും താണ്ടി. ഇങ്ങോട്ട് വരല്ലേ ഐഷു?
അല്ല ആവശ്യം വരുന്നതിനനുസരിച്ച് ക്യാമറ ഞാൻ പൊന്തിക്കണം ഉദ്ദേശിച്ചത്. ഇനി ഇത് ക്രഷ് ചെയ്തെടുക്കുക. നമ്മളെ മസാല ഇതാക്കണം നല്ലോണം അരിഞ്ഞ് വന്നിക്കണേ. അപ്പം ലിവർ നമ്മൾ വെറുതെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് പിന്നെ പകുതി മസാല അതിലേക്ക് ഇടുക കേട്ടോ. പകുതി ഇടാതെ പകുതി നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. പകുതി മസാല വേറൊരു ആവശ്യമുണ്ട് ഗൈസ്. അപ്പം നിങ്ങൾ ഫുള്ള് കാണണം. അത് പിന്നെ ഫുള്ള് കാണാൻ പറ്റുമോ? അല്ല എന്നാലും പറഞ്ഞതാ. സ്മെല്ല് ഈസ് ഗുഡ്. നല്ല ഭാരം. അല്ലെങ്കിലും ഭക്ഷണത്തിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്മെല്ലും പിന്നെ എന്താ പറയാ കൊണ്ടുവെക്കുന്നതിന്റെ ആ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളും അല്ലേ, അതൊക്കെയാണ്. ഏതായാലും നമ്മൾ ഇതാക്കുമ്പോഴേക്ക് കുറച്ച് ഇതൊന്ന് ഒരു എത്ര സമയം വെക്കുന്നോ അത്രയും നല്ലത്. നമുക്ക് സമയമില്ലെങ്കിൽ ഒരു 5-10 മിനിറ്റ്. നമുക്ക് സമയമല്ല. നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടോ. അപ്പം നമ്മൾ മസാല പറ്റി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടോ. ഒരു അടി കട്ടിയുള്ള ഒരു പാത്രത്തിൽ ഇതിന് അത്യാവശ്യം കട്ടിയുണ്ട്. അല്ലെങ്കിൽ ഒരു ഫ്രൈ പാനിൽ നല്ലോണം ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം ചൂടായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേ. ഫ്രൈ ചെയ്ത് വരുമ്പോഴേക്കും എനിക്ക് അതിലേക്ക് വേറെ കുറച്ച് മസാലകളൊക്കെ റെഡിയാക്കാണ്ട് ഇനി പോയി പൊറാട്ട വാങ്ങിക്കൊണ്ട് വരും. ഫസ്റ്റ് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കട്ടെ. എന്നാൽ ഇത് കറിവേപ്പിലിന്റെ അല്ല, ചേമ്പിന്റെ അല്ലേന്നിട്ടല്ലേ കറിവേപ്പില തന്നെ ഇട്ടോ. കറിവേപ്പില ഇട്ട് കൊടുത്താൽ അടി പിടിക്കൂല അതല്ലേ? അതൊക്കെ അറിയാം. കുറെ കാലായില്ലേ ഞാൻ ക്യാമറയായിട്ട് എടുക്കുന്നത്. പിന്നെ പഠിപ്പിക്കല്ലേ അതൊന്നും. അപ്പൊ ഏതായാലും സെറ്റ് ആക്കട്ടോ. ഞാൻ എന്നാ പൊറാട്ട വാങ്ങിച്ചു വരാം. അപ്പൊ ഷെഫി പൊറാട്ട വാങ്ങാൻ പോയിക്കിന് പൊറാട്ട വാങ്ങി വരുമ്പോഴേക്ക് ഇതാക്കണം നമ്മളെ ലിവറൊക്കെ ഇതാക്കണം ഇങ്ങനെ ഫ്രൈ ആയി വരുന്നത്. ഇതിലൊന്നും നല്ലോണം വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും കേട്ടോ. അതാണ് ഫസ്റ്റ് നമ്മൾ തീരെ വെള്ളമൊന്നും ചേർത്തില്ലല്ലോ. ഇതിലിതാക്കണം. ഇത് നമുക്ക് പൊറാട്ടക്കും നെയ്ച്ചോറിനും പത്തിരിക്കൊക്കെ കൂട്ടട്ടോ. അത് ഫ്രൈ ആയി വരുമ്പോഴേക്ക് ഞാൻ എന്താ ഈ ഭാഗത്തേക്ക് വേറൊരു പാത്രം എടുത്തിട്ട് വെച്ചിന്. നല്ലോണം വെള്ളം വറ്റിയോ പൂച്ചാന്ന് തോന്നില്ല. കരിയുന്ന ഉച്ചക്കും എന്തോ സുഖമെല്ലാം തോന്നും. അല്ലെങ്കിൽ ഷെഫി കണ്ടിട്ട് നിന്ന് പേടിപ്പിക്കുമെന്ന് പറഞ്ഞില്ല. ആയിഷു പോയൊക്കെ. അപ്പോൾ ഇതാ പാത്രം ഞാൻ വെച്ചിട്ട് പാത്രം നല്ലോണം ചൂടായി വന്നിരിക്കുന്നു. ഇതിലേക്ക് ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കാം. ആ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് എന്തിനറിയോ? നമ്മളിതാ കുറച്ച് വെല്ലുള്ളി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കണം. അതൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായി വന്നിട്ട് ഈ ഉള്ളി ഇതിലേക്ക് ഇട്ടെടുക്കാം. കുറേ ആയിപ്പോൾ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ആ ഉള്ളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നാക്കി ഒന്ന് വഴറ്റിയെടുക്കട്ടോ. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരം ചെയ്യുന്ന പരിപാടി തന്നെ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് നമ്മൾ നേരത്തെ മസാലയിൽ ഇട്ടെടുത്തതും കൊണ്ട് നോക്കിയിട്ട് ഇടാവുകയോ അധികം കൊണ്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങൻ്റെ പാലെടുത്ത് വെക്കട്ടെ. ഒരു 3/4 കപ്പ് പാല് മതി കേട്ടോ. തേങ്ങൻ്റെ നല്ല കട്ടിയുള്ള 3/4 കപ്പ് പാലെടുത്ത് വെക്കട്ടെ. അതൊന്ന് നല്ലോണം വഴന്ന് വെക്കട്ടെ. നമുക്കിതൊന്ന് നല്ലോണം അടിച്ച് വെച്ചിട്ട് വാട്ടിയെടുക്കാം. അപ്പോൾ ലിവർ ഇതാക്കണം. അങ്ങനെ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. സൈഡിലൊക്കെ വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട് കണ്ടില്ലേ. പിന്നെ ഉള്ളി ഇതാപ്പുറത്തുനിന്ന് വാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെ ഉള്ളി ഇതാക്കണം. അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട്. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ മാറ്റി വെച്ച പകുതി മസാല അല്ലേ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മസാല നമ്മൾ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മസാല ഇതിൽ കിടന്ന് ഒരു 5-10 മിനിറ്റ് ചെറിയ തീയിൽ നല്ലോണം ഒന്ന് വെന്തോട്ടിട്ടോ. കാരണം ടേസ്റ്റ് കൂടും ഇങ്ങനെ വരുന്നതിനനുസരിച്ച്. കരിഞ്ഞു പോകാണ്ട് തീ സിമ്മിലാക്കി വെച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കാം. നമ്മളെ ലിവർ എന്താ അയക്കണേന്നൊന്ന് നോക്കുക. ഷെഫില്ലായിട്ട് ക്യാമറ പിടിച്ചു തരാനേ. വന്നിക്കണം തോന്നുന്നു. അപ്പം ലിവർ ഇതാക്കണം. 3/4 ഭാഗം വെന്ത് ഒക്കെ വറ്റി ഒക്കെ ഉണങ്ങി വന്നിട്ട്
അപ്പം നമ്മളിതൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കട്ടോ. ഇതിനാ പൊറാട്ട ചൂടുള്ള പൊറാട്ട. പൊറാട്ട കിട്ടിയോ? കിട്ടുള്ള ചൂട് പൊടിച്ചാളുടെ നമ്മള് ഈ ഭാഗത്തുള്ള ഈ ഉള്ളി റെഡി ആക്കിനൊന്ന് ക്യാമറ പിടിച്ചു തരുമോ? ഇനി നമ്മൾ ഈ വേവിച്ച് വെച്ച ലിവർ അതിലേക്ക് ശരിയാ. ലിവറല്ല ഭംഗിയുണ്ടല്ലോ കാണാനേ. കണ്ടിട്ടിക്കല്ലേ? ഇത് നമ്മൾ ഇതിലേക്ക് ചേർന്ന് വെക്കുക. മസാല ഒക്കെ നല്ലോണം വടിച്ച് കോരിട്ടാണ്, കാരണം ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഈ മസാല ആണ് ഇതിൻ്റെ ടേസ്റ്റ്. നല്ലോണം ഇളക്കി ചെറിയ തീയിലിങ്ങനെ ഒഴിക്കാം. ഇതിലേക്ക് കുറച്ച് തെളിച്ച വെള്ളം ഒഴിക്കാം. ചൂടുവെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. ഇത് അരക്കപ്പ് പോലെ മതിയാ, കാരണം നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാലും വരാനുള്ളതല്ലേ. തേങ്ങാപ്പാൽ വരാനുണ്ട്. ഇത് നല്ലോണം തെളിച്ച് വരുന്നേരം തെളിക്കുന്ന കാണില്ലേ, മാറ്റണം അങ്ങോട്ട് മാറ്റി അത്രയും ഒന്ന് കണ്ടിട്ട് അടുപ്പൊന്നും ഇങ്ങോട്ട് മാറ്റിയതാട്ടോ. ഈ സമയത്ത് നമ്മൾ 3/4 കപ്പ് തേങ്ങാപ്പാൽ സംഭവം റെഡിയായോ? സംഭവം ഒന്ന് തെളിച്ചിട്ട് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി മുളക് പൊടി ഇടണം. സമയത്തൊന്ന് ഉപ്പൊക്കെ നോക്കട്ടെ. അപ്പോൾ ഇതാക്കണ കറിയൊക്കെ നല്ലോണം തിളച്ച് വന്നിക്കുന്നത്. ഇത് ചൂട് തണിയുമ്പോൾ നല്ല കട്ടിയുള്ള കറിയാവട്ടെ. അപ്പോൾ തന്നെ അത്യാവശ്യം കട്ടിയുണ്ട്. ഈ സമയത്ത് നമ്മൾ കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഒന്നായിട്ടിട്ടിട്ട് എരിവേ. പിന്നെ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് കറിവേപ്പില ഇനി ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. കറിവേപ്പില നമ്മൾ 2 പ്രാവശ്യം ഇട്ടിക്കണല്ലോ. വെളിച്ചെണ്ണയിലും ഇട്ടിക്കണം. അപ്പൊ നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യല്ലോ ബാക്കിയുള്ള കാര്യങ്ങൾ. ഇനി ഒന്നും ചെയ്യാനില്ലല്ലോ, ഇനി നമ്മൾ ഫുഡ് കഴിക്കാനല്ലോ. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചില്ലേലും കുഴപ്പമില്ല, വെളിച്ചെണ്ണ ഒഴിച്ചാലൊരു ടേസ്റ്റാണ്. അധികം ഒഴിച്ചില്ല കേട്ടോ. ഓക്കെ, ഇനി നമ്മളിത് പൊറാട്ടൻ്റെ കൂടെ പത്തിരിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം. ഓക്കെ, അപ്പൊ ശരി, നമ്മൾ ഇതാക്കണ നമ്മൾ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ആ പൊറാട്ട വാങ്ങിക്കുന്നത് നല്ല ചൂടുള്ള പൊറാട്ട. ഓക്കെ, അപ്പൊ നമ്മൾ സാധനങ്ങളൊക്കെ നിരത്തി വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഇതാക്കണ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. കട്ടൻ ചായ, പൊറാട്ട എപ്പോഴും നല്ലൊരു കട്ടനാ. ഓ, നല്ല കട്ടനും പൊറാട്ടയും പിന്നെ ബീഫ് വരട്ടിയതും അല്ല ലിവർ വരട്ടിയതും. അന്തസ്. അപ്പൊ ഏതായാലും നമ്മളിതാ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. എങ്ങനെ ഉണ്ട് എന്നുള്ളത് നമ്മൾ നോക്കാം. ഇതാക്കണ പൊറാട്ട എടുത്തിട്ട് അതിലൊക്കെ ഇതാക്കുന്ന നല്ല ഇത് ഗ്രേവിക്ക് വേണ്ടി വേണമെന്നുള്ളവർ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. ചെമ്മേ വെള്ളവും തേങ്ങാപ്പാലും അല്ലാണ്ട് ഫസ്റ്റ് മറ്റേ സ്റ്റെപ്പില്ല, ഫ്രൈ എടുക്കുന്നവരെ ഫ്രൈ ചെയ്യുന്നവരെ അതും ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഭംഗിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ വെളുത്തുള്ളി അല്ല എന്താ വെല്ലുവിളി ഇങ്ങനെ കട്ട് ചെയ്ത് റൗണ്ട് ചെയ്തൊക്കെ വെക്കട്ടോ, നല്ല രസമായിട്ട് കാണാൻ. പൊറാട്ട ചൂടുണ്ട്, തിരക്കിടണ്ട. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് ചോദിക്കുക, ഷെഫ് ഇങ്ങനെ ഇങ്ങോരോന്ന് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഹൂ എന്ന് പറയണ്ട്, ഇതൊക്കെ ഒറിജിനൽ എന്നാണോ, ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടോന്ന്. ഞാൻ പറഞ്ഞൊക്കത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയോ. ടേസ്റ്റ് ഇല്ല പറയണ്ടല്ലോ. ഓ, പറയലൊക്കെ ഉണ്ട്. ഇതെങ്ങനെ ഉണ്ട്, ഇതിങ്ങനെ തിന്നരുത് ഞാൻ എപ്പോഴും പറയാണ്ട്, ഒരു ബുദ്ധിമുട്ടാത്. ഫസ്റ്റ് പൊറാട്ട കട്ട് ചെയ്തേക്കണം, എന്നാലേ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഒരു കോലം. ഗ്രേവി തന്നെ മതി. പിന്നെ ലിവർ കൂട്ടണ്ട, സൈഡിലേക്ക് മാറ്റി വെച്ച് ഗ്രേവിക്ക് തന്നെ പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അടിപൊളി, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ. ഞാനും തിന്നോക്കട്ടെ. ഒരു കൈ കൊണ്ട് ചായ, ഒരു കൈ കൊണ്ട് വെള്ളം. ചായ അതേ നിർത്തിക്കാന് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടി? ഒരു സാധനം കിട്ടി. കോയിസ് ഇതാക്കണ അടിപൊളി മുട്ടായികളൊക്കെ കിട്ടി, ചോക്ലേറ്റുകളൊക്കെ കിട്ടിയിട്ടതാ. ഇങ്ങോട്ടൊക്കെ
ആഹാ അശ്വിനറ്റ് എനിക്ക് ഇഷ്ടമാക്കുന്ന ഈ കാക്കന്റെ മോളെ എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഒരു വരുമ്പോ കൊണ്ടുവന്നതാട്ടോ. ആടുന്ന് വരുമ്പോ കൊണ്ടുവന്നതാ. കഴിഞ്ഞ ദിവസം എൻഗേജ്മെന്റ് അതൊക്കെ കഴിഞ്ഞ് നല്ല എന്താ പറയാ നല്ല ഉടുപ്പൊക്കെ ഇടിച്ചപ്പോഴുള്ള മുട്ടായി ഒക്കെ ഉണ്ട് കേട്ടോ. അശ്വിന് വേണമെങ്കിലോ ചോക്ലേറ്റ് രണ്ടെണ്ണം കഴിച്ചോ? ഇത് നമുക്ക് ഒളിപ്പിക്കുക കരിയുമ്പൊക്കെ എടുത്തു കൊടുക്കാം. ഞാൻ പിന്നെ അധികം അങ്ങനെ മുട്ടായി തിന്നല്ല. ഇപ്പൊ തിന്ന് തുടങ്ങിയപ്പോ എനിക്ക് ഇഷ്ടമായി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേസ്. പക്ഷെ എനിക്ക് കഴിക്കാൻ എന്താ പറയാ പറ്റണില്ല. പക്ഷെങ്കിൽ പണ്ടൊക്കെ ഞാൻ അങ്ങനെ വിചാരിക്കുക, ഞാൻ എല്ലാവരോടും പറയാറുണ്ട് പണ്ടൊക്കെ എനിക്ക് ചോക്ലേറ്റിന് ഇഷ്ടമുള്ള സമയത്ത് ചോക്ലേറ്റ് കിട്ടൂലായിരുന്നു. ഇപ്പൊ ഇഷ്ടമാണ്. പക്ഷെങ്കിൽ ചോക്ലേറ്റും കിട്ടുന്നുണ്ട്, പക്ഷെ കഴിക്കാന് പറ്റുന്നില്ല. അപ്പോഴേക്കും കഫ്കട്ടും ഒക്കെ വരിക. അതാണ് സീന്. ആശു കഴിച്ചോ? മുട്ടായി കഴിച്ചോ? ടേസ്റ്റ് ഉണ്ടോ മുട്ടായി? ടേസ്റ്റ് ഉണ്ടോ? എന്താ പറയും? ടേസ്റ്റ് ഉണ്ടോ മുട്ടായി? മദ്യാണ് ആവശ്യം മദ്യാണ്. പിന്നെ നമ്മുടെ ബീഫില്ലേ ഇതില്ലേ ലിവർ വരട്ടിയത് എനിക്ക് തോന്നുന്നു ഗ്രേവി ആവാണ്ടുള്ള ആ ഒരു വരട്ടില്ലേ അതാ ഒന്നുകൂടിയും ഇതിലൊക്കെ ഒന്നൊരു നോക്കിയപ്പോ അതായിരുന്നു ഒന്നുകൂടി ടേസ്റ്റ്. നമുക്ക് ഗ്രേവി ആകുമ്പോ പൊറോട്ടക്കും പത്തിരിക്കും ഒക്കെ ടേസ്റ്റ് ഇല്ല എന്നല്ല, ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിരുന്നു അതിന്. ഇതിലൊക്കെ നല്ല വെള്ളം ചേർക്കുന്നതിന് മുന്നേ വേറെ ലെവല് സാധനമായിരുന്നു. വെള്ളം ചേർത്തപ്പോ കുഴപ്പമില്ല, പക്ഷെ എന്നാലും മുമ്പ് അടിപൊളിയായിരുന്നു. എന്താ പറയാ വെറും ചോറിന് ഉപ്പേരി ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല അങ്ങനെ ലിവർ ആക്കണായിരിക്കും. വെറും ചോറിന് ലിവർ വരട്ടി ലിവർ പൊരിച്ച് ഫ്രൈ ആക്കിയിട്ട് ഉപ്പേരി ഒക്കെ കൂട്ടിയാൽ നല്ല ടേസ്റ്റ്. പക്ഷെ നെയ്സ് പത്രിക്ക് അധികം അത് വേണ്ട, ഗ്രേവിന്റെ ഒന്നും ആവശ്യമില്ല. നെയ്സ് പത്രി ആകുമ്പോ ഗ്രേവിന്റെ ആവശ്യമില്ല. അപ്പൊ ഗ്രേവി ഇട്ട്, കാരണം പൊറാട്ട ഗ്രേവി ഇടുന്നതാണ് നല്ലത്. അപ്പൊ ഏതായാലും നമ്മൾ വീഡിയോ അതിന്റെ പേശമേ. അപ്പൊ ഏതായാലും ഈ ചോക്ലേറ്റ് ഒക്കെ ഒന്ന് ഉള്ളിലേക്ക് വെക്കട്ടെ. ഒന്നര ബാക്കി 2.5 സെറ്റ് തിന്ന് ഒന്ന് ഞാന് അങ്ങനെയൊക്കെ പറഞ്ഞ ഞാൻ ഓളൊക്കെ തടി വരുന്ന എല്ലാം നല്ലതാക്കി തീർക്കട്ടെ. അതൊക്കെ ഓക്കെ. അപ്പൊ ഏതായാലും എന്റെ പേയല്ലേ. അപ്പൊ ഏതായാലും ഈ വീഡിയോ ഇവിടെ വെച്ചു എന്റെ പേയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.